നമ്മൾ ഈ iQOO Z7 കഴിഞ്ഞ വർഷം ഇറങ്ങിയ iQOO Z6ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ ഒരു നല്ല അപ്ഗ്രേഡ് തന്നെയാണ്. എന്ന് വെച്ചാൽ പല ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സിൽ iQOO കാര്യമായ അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ചില ഫീച്ചേഴ്സ് എക്സാക്ട്ലി സെയിം ആണ്. അതായത് ആ പഴയ ഫീച്ചർ ഒന്നോട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിവേ എവിടെയൊക്കെയാണ് അപ്ഗ്രേഡ്, എവിടെയൊക്കെയാണ് സെയിം ഫീച്ചർ എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ഇതാണ് iQOO Z7ന്റെ ബോക്സ്. ഓപ്പൺ ചെയ്യാം. സിലിക്കോൺ TPU കേസ്, ഡോക്യുമെന്റ്സ്, 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആൻഡ് ടൈപ്പ് സി ചാർജിങ് കേബിൾ. ഈ iQOO Z7ന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ iQOO Z6 ആണ് ഓർമ്മ വരുന്നത്. കാരണം ഓൾമോസ്റ്റ് സെയിം ഡിസൈനിലാണ് വരുന്നത്. ഇത്തവണ ക്യാമറ മോഡ്യൂൾ വലുതാക്കിയിട്ടുണ്ട്. ബാക്കി ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽഡ് ചെയ്യുമ്പോൾ മാറി മറിയുന്ന കളേഴ്സ് ഉണ്ടല്ലോ, അത് ഇത്തവണ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു ഷൈനി മാറ്റ് ഫിനിഷ് എന്നൊക്കെ പറയാൻ പറ്റും. പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കും പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് വരുന്നത്. പിന്നെ കഴിഞ്ഞ വർഷം വന്ന ആ ഒരു ഫ്ലാറ്റ് ഫ്രെയിം ബോക്സ് ഡിസൈൻ ഉണ്ടല്ലോ, എക്സാക്ട്ലി സെയിം ഫ്ലാറ്റ് ഫ്രെയിം ബോക്സ് ഡിസൈൻ ഇത്തവണ വന്നിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് ആണെങ്കിലും തിക്നെസ് ആണെങ്കിലും iQOO രണ്ടും കുറച്ചിട്ടുണ്ട്. സോ വെയിറ്റ് ഇത്തവണ 173 ഗ്രാം ആണ്, 7.8 mm ആണ് തിക്നെസ്. സോ ഈ ഒരു ഫോൺ കയ്യിലെടുക്കാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. 2 കളർ ഓപ്ഷൻസ് ഉണ്ട്, ബ്ലൂ ആൻഡ് ബ്ലാക്ക്. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വന്ന iQOO Z6ൽ 120 ഹെർട്സിന്റെ IPS LCD പാനൽ ആയിരുന്നു. ഇത്തവണ 120 ഹെർട്സ് ഇല്ലെങ്കിലും 90 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു AMOLED ഡിസ്പ്ലേയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പിക്ചർ ക്വാളിറ്റി ഉണ്ടല്ലോ, അതിവിടെ കിട്ടുന്നുണ്ട്. കളേഴ്സ് ആണെങ്കിലും കോൺട്രാസ്റ്റ് ആണെങ്കിലും എല്ലാം നല്ലതാണ്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ HDR10+ അല്ലെങ്കിൽ HDR ഫീച്ചർ യൂട്യൂബിൽ മാത്രമല്ല ഈവൻ നെറ്റ്ഫ്ലിക്സിലും വർക്ക് ആവുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ 1300 നിറ്റ്സിൻ്റെതാണ് പീക്ക് ബ്രൈറ്റ്നസ്. സോ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് OTT ആപ്ലിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ ആമസോൺ പ്രൈമിലും നെറ്റ്ഫ്ലിക്സിലും പിന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൊക്കെ നിങ്ങൾക്ക് ഫുൾ HD അതായത് 1080 കോണ്ടന്റ് കാണാം. പിന്നെ നിങ്ങൾക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറിൽ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ഈ ഫോണിലുള്ള ചിപ്സെറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ലേ, ബ്രോ ആ ഒരു ഡ്രോപ്പ് നോച്ച് നേരെ സ്കിപ്പ് ചെയ്തല്ലോ, എന്ത് പറ്റി എന്നൊക്കെ അല്ലേ. നമ്മളിവിടെ ഒന്നും സ്കിപ്പ് ചെയ്യാറില്ല, ഒന്നും വിടാറില്ല, എല്ലാം സംസാരിക്കാറുണ്ട്. ഓക്കെ, സോ കഴിഞ്ഞ വർഷം iQOO Z6ൽ ഉണ്ടായിരുന്ന ആ ഒരു ഡ്രോപ്പ് നോച്ച് ഉണ്ടല്ലോ, ആ ഒരു ഡ്രോപ്പ് നോച്ച് അതേപടി ഇവിടെയും ഒട്ടിച്ച് തന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് ഇത്തവണയെങ്കിലും iQOO അതെടുത്ത് മാറ്റിയിട്ട് പഞ്ച് ഹോൾ ക്യാമറ തരുമെന്നാണ്. പക്ഷേ ഇവിടെ പഞ്ച് ഹോൾ വരുന്നില്ല. സോ ഈ ഒരു ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ കാണുമ്പോൾ നിങ്ങൾക്കൊരു പഴഞ്ചൻ ഔട്ട്ഡേറ്റഡ് ഫീൽ കിട്ടാറുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആ ഫീലാണ് കിട്ടാൻ പോകുന്നത്. ഡിസ്പ്ലേയുടെ പാനൽ നല്ലതാണ്. കഴിഞ്ഞ തവണ LCD ആയിരുന്നു, ഇത്തവണ AMOLED ആണ്. എന്നാൽ ആ ഡ്രോപ്പ് നോച്ച് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് പഞ്ച് ഹോൾ കട്ട് വേണമെങ്കിൽ മറ്റു ഫോൺസ് നോക്കേണ്ടി വരും. iQOO Z6ൽ ഉണ്ടായിരുന്ന Qualcomm Snapdragon 695 ചിപ്സെറ്റ് എടുത്ത് മാറ്റിയിട്ട് ഇത്തവണ MediaTekന്റെ Dimensity 920 ചിപ്സെറ്റ് തന്നിട്ടുണ്ട്. കുറച്ചും കൂടി പവർഫുൾ ചിപ്സെറ്റ് ആണ്. സോ തീർച്ചയായിട്ടും ഇതൊരു അപ്ഗ്രേഡ് തന്നെയാണ്. രണ്ടും 5G ചിപ്സെറ്റ്സ് ആണ്. പക്ഷേ Z6 2 5G ബാൻഡ്സ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഇത്തവണ 6 5G ബാൻഡ്സിനുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 4.5 ലക്ഷത്തിന്റെ AnTuTu സ്കോർ കിട്ടുന്നുണ്ട്. സോ ഇതിന്റെ പ്രൈസ് അനുസരിച്ച് തീർച്ചയായിട്ടും ഒരു പവർഫുൾ ചിപ്സെറ്റ് തന്നെയാണ്. പിന്നെ ഈ ഒരു ചിപ്സെറ്റ് 4K റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യെസ്, ഇപ്പം ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ 4K റെക്കോർഡിങ്ങും ഒരു ഫീച്ചറായി മാറിയിരിക്കുകയാണ്. BGMI, കോൾ ഓഫ് ഡ്യൂട്ടി പോലുള്ള ഗെയിംസിൽ 60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 695 40 FPS മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഔട്ട് ഓഫ് ദ ബോക്സ് ലേറ്റസ്റ്റ് Android 13 ആണ് വിത്ത് ലേറ്റസ്റ്റ് FunTouchOS 13. 2 വർഷത്തേക്കുള്ള OS അപ്ഡേറ്റും 3 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി പാച്ച് iQOO പ്രോമിസ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ പെർഫോമൻസ് ഓക്കെ ആയിട്ട് തോന്നി. അങ്ങനെ കാര്യമായ ബഗ്സും ഗ്ലിച്ചും ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ഓക്കെ, കുറേ തേർഡ് പാർട്ടി ബ്ലോട്ട്വെയർസ് ഒക്കെ വരുന്നുണ്ട്. മോജും നമ്മുടെ നെറ്റ്ഫ്ലിക്സും പിന്നെ ഇതേ ഇരിക്കുന്നു ജോഷ് വരുന്നുണ്ട്. ഷെയർ ചാറ്റ്, സ്നാപ്ചാറ്റ്, അങ്ങനെ കുറേ സംഭവമുണ്ട്. പിന്നെ നമ്മളിൽ നിന്ന് വിട്ടുപിരിയാത്ത ആ ഒരു ഹോട്ട് ആപ്സ് ആൻഡ് ഹോട്ട് ഗെയിംസ് വീണ്ടും വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും കംപ്ലീറ്റ്ലി ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വിവോ കൊടുത്തിട്ടുണ്ട്. സോ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഈ ഒരു ഓപ്ഷൻ ടേൺ ഓഫ് ചെയ്താൽ മതി. ഇനി ആ ഒരു ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും എങ്ങും വരില്ല. പിന്നെ ഈ ഫോണിൽ ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഈ ഹെഡ്ഫോൺ ജാക്ക് മിക്കവാറും ഒരു ഫീച്ചർ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതുവരെ ആയിട്ടില്ല. എന്നാൽ iQOO Z6ൽ ഉണ്ടായിരുന്ന ആ ഒരു സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കർ ഉണ്ടല്ലോ, മോണോ സ്പീക്കർ, അതേ മോണോ സ്പീക്കർ ഇത്തവണ തന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇത്തവണയെങ്കിലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആക്കുമെന്ന്, പക്ഷേ ആക്കിയിട്ടില്ല. സെയിം മോണോ ബോട്ടം ഫയറിംഗ് സ്പീക്കറാണ്. സ്പീക്കർ ക്വാളിറ്റി ഓക്കെ ആണ്, എന്നാൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുക്കാമായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ അൾട്രാവൈഡ് ക്യാമറ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത്തവണയും അൾട്രാവൈഡ് ക്യാമറ വരുന്നില്ല. ഓക്കെ, സോ 64 മെഗാ പിക്സലിൻ്റെ OIS സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറയാണ് തന്നിരിക്കുന്നത്.
ഈ പ്രൈസ് സെഗ്മെന്റിൽ OIS കിട്ടാറില്ല. ഇവിടെ OIS കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ OISനെ കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കാം. സോ 64 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സലിന്റെ ആണ് മെയിൻ ക്യാമറ സെറ്റപ്പ്. സോ ചുരുക്കി പറഞ്ഞാൽ ഒറ്റ ക്യാമറ മാത്രമേ വരുന്നുള്ളൂ ബാക്കിൽ. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിന് സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. സോ ഇതിലുള്ള സെൻസറാണ് സാംസങ്ങിന്റെ GW3 സെൻസർ. ഫോട്ടോസ് ഇതാ ഇങ്ങനെയാണ്. ഓക്കെ, നോർമലി iQOO ഫോൺസിന്റെ ഫോട്ടോ പെർഫോമൻസ് ഓക്കെ ആയിരിക്കും. അതായത് ആ ഒരു പ്രൈസ് സെഗ്മെന്റ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഓക്കെ ക്യാമറ പെർഫോമൻസ് തരാറുണ്ട്. ഇവിടെയും അത്യാവശ്യം നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്. എന്നാൽ ഏറ്റവും ബെസ്റ്റ് ഫോട്ടോസ് ആണെന്ന് ഞാൻ പറയൂല. കാരണം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഫോട്ടോ വീഡിയോ പെർഫോമൻസ് വേണമെങ്കിൽ 25,000 രൂപയുടെ താഴെയുള്ള ഫോൺസ് ഒക്കെ നോക്കേണ്ടി വരും. 20,000 റുപ്പീസിന് താഴെയുള്ള ഫോൺസിൽ ഇതുപോലുള്ള ഫോട്ടോ പെർഫോമൻസ് ആണ് ഇപ്പോൾ കിട്ടുന്നത്. പക്ഷേ OIS ഉണ്ടല്ലോ, ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, അത് അത്യാവശ്യം നല്ലോണം വർക്ക് ആവുന്നുണ്ട് കേട്ടോ. അതായത് ഈ OIS എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചിരിക്കുകയല്ല, ആക്ച്വലി വീഡിയോയിൽ അത് വർക്ക് ആവുന്നുണ്ട്. വീഡിയോയിൽ OIS മാത്രമല്ല, OIS പ്ലസ് EIS രണ്ടും വർക്ക് ആവുന്നുണ്ട്. അത് 4K 30 FPS ആണെങ്കിലും 1080p 30 FPS, ഈവൻ 1080p 60 FPSലും ഈ ഒരു സ്റ്റെബിലൈസേഷൻ വർക്ക് ആവുന്നുണ്ട്. ഡീസൻറ്റ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഭയങ്കര വലിച്ചോടാൻ നോക്കിയാൽ തീർച്ചയായിട്ടും നല്ല കുലുക്കം നിങ്ങൾ ഫേസ് ചെയ്യും. പക്ഷേ നോർമലി നടക്കുമ്പോഴൊക്കെ സ്റ്റെബിലൈസേഷൻ അത്യാവശ്യം നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്. സോ ഇതാണ് iQOO Z7ന്റെ സെൽഫി ക്യാമറ വെച്ചെടുത്തിരിക്കുന്ന 1080p സെൽഫി വീഡിയോ റെക്കോർഡിംഗ്. വീഡിയോ ക്വാളിറ്റി ഓക്കെ ആണ്. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഉണ്ടെങ്കിലും ഫേസ് അത്യാവശ്യം ക്ലിയർ ആണ്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. കണ്ടില്ലേ, അത്യാവശ്യം ഷേക്ക് വരുന്നുണ്ട്. സോ സെൽഫി ക്യാമറ വീഡിയോയിൽ സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടില്ല, പക്ഷേ ബാക്കിൽ OISന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് iQOO എന്ന ബ്രാൻഡിന്റെ മറ്റ് ഫോൺസ്, ഫോർ എക്സാമ്പിൾ iQOO Neo 6, iQOO Neo 7, iQOO Z6 Pro, iQOO Z6 44 വാട്ട് ഇതൊക്കെ ചെക്കൗട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വ്യൂ പ്രൊഡക്റ്റ് സെഗ്മെന്റിൽ ക്ലിക്ക് ചെയ്യുക. 4500 mAh ബാറ്ററിയാണ് വരുന്നത്. 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജറും കൊടുത്തിട്ടുണ്ട്. സോ ബാറ്ററി കപ്പാസിറ്റി ഇത്തവണ കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 5000 mAh ബാറ്ററി ആയിരുന്നു, ഇത്തവണ 500 mAh കുറച്ചു. ഒരുപക്ഷെ ഈ ഒരു ഫോണിന്റെ സൈസ് കുറയ്ക്കാനും പിന്നെ ഇതിന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും, അറിയില്ല. പക്ഷേ 5000 mAh കൊടുക്കണം ഈ പ്രൈസ് സെഗ്മെന്റിൽ. പക്ഷേ ചാർജിങ് സ്പീഡിൽ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 18 വാട്ടിന്റെ ചാർജിങ് ആയിരുന്നു, ഇത്തവണ Z7ൽ 44 വാട്ടിന്റെ ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ലോഞ്ചിന് മുന്നേ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ പ്രൈസ് എനിക്ക് അറിയില്ല. ഏകദേശം 16,000 17,000 ഓഫറൊക്കെ ചേർത്ത് 16,000 17,000 ആ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വരുമായിരിക്കും. ഓക്കെ, iQOO Z6ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത്തവണ അത്യാവശ്യം നല്ല അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. ഡിസ്പ്ലേ ആണെങ്കിലും ചിപ്സെറ്റ് ആണെങ്കിലും ചാർജിങ് സ്പീഡ്, ക്യാമറ, 4K റെക്കോർഡിംഗ് കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റും തിന്നാണ്. എന്നാൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ആ ഡ്രോപ്പ് നോച്ചും സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കറും അൾട്രാ വൈഡിന്റെ ഇല്ലായ്മ എല്ലാം ഇത്തവണയും വന്നിട്ടുണ്ട്. എൻ്റെ സജഷൻ ആയിരിക്കും, നിങ്ങൾ അത്യാവശ്യം നല്ല പെർഫോമൻസും ക്യാമറയും ബാറ്ററിയും ചാർജിങ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ 25,000 രൂപയുടെ താഴെയുള്ള ഫോൺസ് നോക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. സോ ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റ് കൂട്ടുക, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് കുറയ്ക്കുക, അല്ലെങ്കിൽ തേർഡ് ഓപ്ഷനാണ് ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ ഇതായിരിക്കും എൻ്റെ റെക്കമെൻഡേഷൻ. ദിസ് ഇസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.